തെരുവ് നായകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കുന്നു. ഭീമഹർജിയിലേക്കുള്ള ഒപ്പുശേഖരത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലുവയിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ ദേവാലയത്തിൽ വെച്ച് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് നിർവഹിച്ചു. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത്. തായ്ക്കാട്ടുകര സെന്റ് പീറ്റർ ആൻഡ് പോൾ ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ അണിചേർന്നു. വികാരി ഫാദർ ജെയിംസ് തൊട്ടിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. പാർട്ടികൾ ആരും തന്നെ ഈ രംഗത്ത് ഇതിനുവേണ്ടി പ്രതിഷേധിക്കാനായിട്ട് ആരും രംഗത്ത് വരുന്നില്ല. അതിന്റെ കാരണം ഇതൊരു വോട്ട് കച്ചവട രാഷ്ട്രീയം മൂലമാണ് പോകുന്നത്. ഇവിടെ ഇപ്പോൾ തെരുവുനായ്ക്കൾ ആളുകളെ ആക്രമിക്കുമ്പോൾ ഉടനെ തന്നെ എല്ലാവരും ശപിക്കുന്നത് മേനകാഗാന്ധിയെയാണ്. അങ്ങനെ വരുമ്പോൾ മേനകാഗാന്ധി BJP ആളായ കാരണം ഇവിടുത്തെ വോട്ട് BJPക്ക് പോകും. അതുകൊണ്ടാണ് LDF ഉം UDF അതായത് SFI, DYFI, യൂത്ത് കോൺഗ്രസ്, KSU മുതലായ സംഘടനകൾ, വിപ്ലവ സംഘടനകൾ ആരും തന്നെ മുമ്പോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ ഇന്നിപ്പോൾ ഒരു മതത്തിന്റെ സപ്പോർട്ടോടെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ ഒരു ക്രിസ്ത്യൻ മതങ്ങൾ ഒരുമിക്കുകയാണ്, അതുപോലെ തന്നെ മുസ്ലിം മതങ്ങൾ ഒരുമിക്കുകയാണ്, ഹിന്ദു മതങ്ങൾ ഒരുമിക്കുകയാണ് ഈ വിഷയത്തിൽ. അങ്ങനെ മതങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ 50 ലക്ഷം പേരുടെ ഒപ്പ് ശേഖരിക്കുന്നത്. അതിന്റെ ആരംഭമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. ഒരു പള്ളിയിൽ, ഒരു ഇടവകയിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾ എന്ന തായ്ക്കാട്ടുകരയുള്ള ആലുവ തായ്ക്കാട്ടുകരയുള്ള ഈ ഇടവകയിലെ എല്ലാ അംഗങ്ങളും ഒത്തൊരുമിച്ചാണ് പറയുന്നത് തെരുവുനായ വിമുക്ത കേരളം വേണമെന്നുള്ളത്. അതുകൊണ്ടാണ് കേരളമാകെ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാവുകയാണ്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വഴിയാത്രക്കാരായ സാധാരണക്കാർക്ക് തെരുവുനായ്ക്കളുടെ കടിയേൽക്കുന്നുണ്ട്. കേരളത്തിലെ വനയോര മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നതും കൃഷി നശിപ്പിക്കുന്നതും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നും ജനങ്ങളുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്തണമെന്നും ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആവശ്യപ്പെട്ടു. മനുഷ്യജീവന് വില കൽപ്പിച്ചുകൊണ്ട് തെരുവുനായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ ജെയിംസ് തൊട്ടിയിൽ അഭിപ്രായപ്പെട്ടു. വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധ തലങ്ങളിലെ ജനങ്ങളെ ഉൾപ്പെടുത്തി 50 ലക്ഷം പേരുടെ ഒപ്പ് സമാഹരിച്ച് ഭീമഹർജിയാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനാണ് പദ്ധതിയെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളും മറ്റ് മതസ്ഥാപനങ്ങളും ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ജോസ് മാവേലി പറഞ്ഞു. പള്ളി ട്രസ്റ്റിമാരായ എവി പാറയ്ക്കൽ, ജയേഷ് ജോസഫ്, പാരിഷ് കൗൺസിൽ വൈസ് ചെയർമാൻ ജോർജ് വാഴപ്പള്ളി, വിമൻ വെൽഫെയർ പ്രസിഡന്റ് ഗ്രേസി മത്തായി, സിസ്റ്റർ എൽസ സി, ഫ്ലോറി സി, എഡിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് ആലുവ.